20 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട പല ഡിസിഷൻസും നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതേസമയം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകൾ കിട്ടുന്നതും. നമ്മൾ അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുകയും വേണം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസ് തരാം. ഈ അഡ്വൈസൊക്കെ പ്രാവർത്തികമാക്കേണ്ട കടമ നിങ്ങളുടേത് മാത്രമാണ്. ഒന്നാമത്തെ പോയിന്റ്, നിനക്ക് ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നീ ആരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല. കാരണം നിന്നെ ആരെയും രക്ഷിക്കാൻ വരില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് നിന്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നിനക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരുവാൻ പറ്റൂ. ഈ കാലഘട്ടത്തിൽ പലരും പല അഭിപ്രായങ്ങളും പറയും. അതൊക്കെ കേട്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ നീ എവിടെ എത്തണമെന്നില്ല. നിനക്ക് എന്താണോ തോന്നുന്നത്, നിനക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷം ലഭിക്കുന്നത്, ആ കാര്യങ്ങൾ ചെയ്യുക. എങ്കിൽ നീ ഉറപ്പായും വിജയത്തിലെത്തും. നമുക്ക് നല്ല നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന കാലഘട്ടമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫുൾ ടൈമും ഒരു പെണ്ണിന് പുറകെ പോയി നിന്റെ ജീവിതം പാഴാക്കരുത്. ചിലപ്പോൾ അവൾ ജീവിതകാലം മുഴുവൻ നിന്നോടൊപ്പം ഉണ്ടാകണമെന്നില്ല. നീ അവൾക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്താലും അവൾ അവളുടെ കരിയർ നോക്കിയിട്ട് മാത്രമേ നിനക്ക് ഇമ്പോർട്ടൻസ് തരികയുള്ളൂ. അതുകൊണ്ട് അവർ അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് മാത്രം അവർക്ക് കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ നീ തന്നെ നോക്കി ചെയ്യുക. നീ നിന്റെ വരുമാനത്തെപ്പറ്റി ചിന്തിക്കാതെ അവളുടെ പുറകെ ഫുൾ ടൈം ഒലിപ്പിച്ച് നടക്കുകയാണെങ്കിൽ നിനക്ക് വരുമാനം ഉണ്ടാവില്ല, അവളും ഉണ്ടാവില്ല. അതേസമയം നീ പണം ഉണ്ടാക്കാൻ കൂടി ശ്രമിക്കുകയാണെങ്കിൽ അവൾ പോയാലും പണം നിന്റെ കൂടെ കാണും. ഒരിക്കലും അവൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതുമാത്രം നീ നോക്കിയിരുന്നാൽ നീ ജീവിതത്തിൽ എവിടെ എത്തില്ല. കാരണം ഇപ്പോൾ ലൈഫിൽ നിനക്ക് എല്ലാം അവളായിരിക്കും. നീ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ നിനക്ക് മനസ്സിലാവും പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അടുത്ത പോയിൻ്റാണ്, നീ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല. കാരണം നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല പലരും ഉള്ളിൽ. അവർക്ക് വേറൊരു മുഖം കൂടെ ഉണ്ടായിരിക്കാം. ഇന്ന് നീ ആർക്കാണോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നാളെ ചിലപ്പോൾ അവർ നിന്റെ ആരുമല്ലാതാകും. ചിലപ്പോൾ നിനക്ക് നിന്റെ ശത്രുവിനെ പോലും ധൈര്യമായി വിശ്വസിക്കാതിരിക്കാം. എന്നാൽ നീ നിന്റെ മിത്രത്തെ വിശ്വസിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നേർക്ക് നേർ നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരെക്കാളും അപകടകാരികളാണ് ഒളിഞ്ഞിരുന്ന് ഫൈറ്റ് ചെയ്യുന്നവർ. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നീ നിന്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ നിനക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ നിന്റെ അച്ഛനും അമ്മയും സഹിച്ചിരിക്കണം. അവരുടെ ഒരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിനക്ക് വേണ്ടി അവർ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇടയ്ക്കൊക്കെ കുറച്ച് സമയം അച്ഛനോടും അമ്മയോടുമൊത്ത് സംസാരിക്കുവാൻ മാറ്റിവെക്കുക. അവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നടത്തിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കും നിന്റെ സഹോദരങ്ങൾക്കുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി എത്ര വില പിടിച്ചതായാലും നീ അത് നടത്തിക്കൊടുക്കണം. ചിലപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നിന്നോടവർ പറയണമെന്നില്ല. അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നടത്തിക്കൊടുക്കുവാൻ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. നീ മാരേജിനെ പറ്റി ചിന്തിക്കേണ്ടത് നീ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമാണ്. ഇപ്പോൾ നീ ഈ പ്രായത്തിൽ കാണുന്ന ഒന്നുമല്ല ലോകം. ഇനി മുന്നോട്ട് പൈസ ഇല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഫിനാൻഷ്യലി നീ സ്റ്റേബിളായെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വിവാഹത്തെക്കുറിച്ച് നീ ചിന്തിക്കുവാൻ കൂടി പാടുള്ളൂ. വിവാഹത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് നിനക്ക് കരുതിയാൽ തെറ്റി. വിവാഹത്തിന് ശേഷം അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ സാധിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിന്റെ കയ്യിൽ ക്യാഷ് വേണ്ടേ? അതില്ലാതെ നീ എന്തു ചെയ്യും? അതോടുകൂടി തന്നെ അവർക്ക് നിന്നോടുള്ള ഇഷ്ടവും കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് നീ ആദ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനുള്ള കാര്യങ്ങൾ നോക്കൂ. വിവാഹം അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റാണ്. എപ്പോഴും നീ ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കണം. പലരും ഇന്ന് നമ്മുടെ ഹെൽത്തിനെ പറ്റി ചിന്തിക്കാറില്ല. നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിലേ ഓരോ കാര്യവും നന്നായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഫിറ്റ്നസ് നല്ല രീതിയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്തുവാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ മതിയാകും. പക്ഷേ നിങ്ങളുടെ ഫുഡ് നിങ്ങൾ നന്നായി കൺട്രോൾ ചെയ്യണം. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് പല അസുഖങ്ങളും ഉണ്ടാവും. ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കുക.
എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മുഴുവനായി ഒഴിവാക്കണമെന്നല്ല, ആവശ്യത്തിന് മാത്രം കഴിക്കുക. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വഴിതെറ്റാനുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നിന്നും കിട്ടും. അതിലൊന്നും അടിമപ്പെടാതിരിക്കുക എന്നാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡ്രഗ്സ്, മദ്യം, ഇതിനൊക്കെ പറ്റിയാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നത്. ഇന്നത്തെ തലമുറ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നത് എന്തോ വലിയ സംഭവമായിട്ടാണ് കരുതുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കും. ചില പയ്യന്മാരെ പുറത്തു പോകുമ്പോഴൊക്കെ സിഗരറ്റൊക്കെ വലിച്ച് വലിയ ആളായി നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ ചിലർ കുടിക്കുന്നതൊക്കെ വലിയ കാര്യമായി വീമ്പടിച്ച് നിൽക്കും. പക്ഷേ ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യമല്ല. ലിമിറ്റിൽ കൂടുതലായാൽ എല്ലാം വിഷമാണ്. നിങ്ങൾക്കറിയോ, മദ്യം, ഡ്രഗ്സ്, MDMA, പെണ്ണ്, ഇതൊന്നുമല്ല ശരിക്കുമുള്ള ഏറ്റവും വലിയ അഡിഷൻ. പണമാണ്. പണത്തിന് തരാൻ കഴിയുന്ന അഡിഷൻ ഈ ലോകത്ത് മറ്റൊന്നിനും തരാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല പ്രായത്തിൽ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുക. നിങ്ങളോട് പറയാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പറഞ്ഞു പോയാലും ഒറ്റ കാര്യത്തിലേ ഇതൊക്കെ ചെന്നെത്തൂ. പൈസ, പണം വേണം. എന്ത് കാര്യത്തിനും നമുക്ക് പണം വേണം. അത് ആവശ്യത്തിലധികം സമ്പാദിച്ചോളൂ.